ചന്ദ്രിക ദിനപത്രത്തിൽ വന്ന ഒരു ലേഖനമാണ്. വാഗൺ ട്രാജഡി ദിനത്തോടനുബന്ധിച്ച് 95 നവംബർ മാസം 19-ാം തീയതി ചന്ദ്രിക ദിനപത്രത്തിൽ ഈ വാഗൺ ട്രാജഡിയിൽ വീരമൃത്യു വരിച്ച ധീരദേശാഭിമാനികളുടെ എല്ലാവരുടെയും പേരുകൾ ആ ലേഖനത്തിൽ വിശദീകരിച്ചിരുന്നു. ആ ലേഖനം വായിക്കാനിടയായ എന്നെപ്പോലെയുള്ള അന്നത്തെ ചെറുപ്പക്കാർ ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന, അതിൽ പേര് കൊടുത്തിരിക്കുന്ന മരണപ്പെട്ടവരുടെ ലിസ്റ്റ് പ്രകാരമുള്ള കുരുവമ്പലത്തുകാർ നമ്മുടെ കുരുവമ്പലത്തുകാർ തന്നെയാണോ അതോ വേറെ സ്ഥലത്തുള്ള ആളുകളാണോ എന്ന് ബന്ധപ്പെട്ടവരോട് അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ പ്രദേശത്തുകാരായ കുരുവമ്പലത്തുകാർ തന്നെയാണ്. കുരുവമ്പലം, വള്ളപുരം, കുന്നത്തുപള്ളിയാൽ, കുളമ്പ് പ്രദേശത്തുള്ള 41 പേരാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലായി. സത്യം പറഞ്ഞാൽ അന്ന് വല്ലാത്ത ഒരു കുറവും ഒരു ജാള്യതയും എന്നെപ്പോലെയുള്ള ആളുകൾക്ക്, യുവാക്കളെ അന്ന് ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. കാരണം കുരുവമ്പലം എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പേര് അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത്, ആ സമയത്തും പേരിൻ്റെ കൂടെ കുരുവമ്പലം വാലായി കൊണ്ടു നടക്കുന്ന ഞാൻ പോലും അത് മനസ്സിലാക്കിയിരുന്നില്ല. അത് വല്ലാത്തൊരു കുറവായി തോന്നുകയും ഇത് ചോദിച്ചറിഞ്ഞപ്പോൾ ആ കുറവ് പരിഹരിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന ഞങ്ങളുടെ ചെറിയ ആലോചനയെ തുടർന്നാണ് നമുക്ക് അവരെ ഓർമ്മിക്കാനും അനുസ്മരിക്കുവാനുമായി ഒരു മന്ദിരം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചത്. 96 കേരളത്തിലെ ഗവൺമെന്റിനെ സമീപിച്ചു. നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷം 2 സെന്റ് ഭൂമി അതിന് ഗവൺമെന്റ് അനുവദിച്ചു തന്നു. ജില്ലാ പഞ്ചായത്തിന്റെ കൂടെ സഹായത്തോടുകൂടെ അന്ന് ഒരു ചെറിയ സ്മാരക മന്ദിരം കുരുവമ്പലത്ത് പടുത്തുയർത്താൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാ. അതിനുശേഷമുള്ള എല്ലാ വർഷവും എല്ലാ നവംബർ 19-നും വാഗൺ ട്രാജഡി ദിനം നമ്മൾ ആചരിച്ചു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ മറ്റന്നാളാണ് നവംബർ 19. ഇവിടെ വരുന്ന അതിഥികളുടെ പലരുടെയും സൗകര്യം മാനിച്ചുകൊണ്ടാണ് നമ്മളത് ഇന്നത്തേക്ക് മാറ്റിയത്. ഏതായിരുന്നാലും ഓരോ വർഷവും പുതിയ അതിഥികളെയും പ്രാസംഗികന്മാരെയും ചരിത്ര പണ്ഡിതന്മാരെയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പങ്കെടുപ്പിക്കാറുണ്ട്. അവരെല്ലാവരും അവിടെ വരുമ്പോഴാണ് ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗ്രാമപ്രദേശത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളിതുവരെ അത് തുറന്നു കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത്രയും ആളുകൾ ഒരു പ്രദേശത്തു നിന്ന് വരാനുള്ള കാരണത്തെ സംബന്ധിച്ച് പ്രിയപ്പെട്ട സമർ സാഹിബ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ബഹുമാന്യനായ മർഹൂം കല്ലേത്തോടി കുഞ്ഞുണ്ണി മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിതൻ, ഈ നാട്ടുകാരൻ, നമ്മുടെ പ്രിയപ്പെട്ട ആ പണ്ഡിതനെ അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അങ്ങനെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അന്നത്തെ ഒരു പറ്റം യുവാക്കൾ എന്താണ് അതിന് കാരണം, എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് അന്വേഷിക്കുവാനായി പെരിന്തൽമണ്ണയിൽ പോയി എന്നും അവരെ എല്ലാം പിടിച്ച് പട്ടാളം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചുവെന്നും പിന്നീടുണ്ടായ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെയൊക്കെ ബെല്ലാരിയിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടത്തിലാണ് ഈ പ്രദേശത്തുകാരടക്കം ഒരു വലിയ സംഘത്തെ അന്ന് വാഗണിൽ കുത്തി നിറച്ച് ഏറ്റവും ഭയാനകരമായ, ഏറ്റവും പൈശാചികമായ വിധത്തിൽ അവർ രാജ്യത്തിന് വേണ്ടി അവിടെ വെച്ച് ഷഹീദാകുന്നത്. അത് വേണ്ട വിധം ചർച്ച ചെയ്യപ്പെടാനോ മനസ്സിലാക്കാനോ നാട്ടുകാരായ നമുക്ക് പോലും അവസരമുണ്ടായിരുന്നില്ല. എന്തായിരുന്നാലും ഇപ്പോ വാഗൺ ട്രാജഡി ദിനം എന്ന് കേൾക്കുമ്പോൾ അതിൽ കുരുവമ്പലത്തിന്റെ പ്രാധാന്യം എന്ത്, കുരുവമ്പലം പ്രദേശത്തെ കുറിച്ച് എന്തെങ്കിലും പറയണം എന്ന് നമ്മുടെ ദൃശ്യ പത്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യാനും അതിനാവശ്യപ്പെട്ടുകൊണ്ട് വരാനുമൊക്കെ ഇടയായി തീർന്നത് 995 ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയായിരുന്നു, ഒരു ലേഖനമായിരുന്നു എന്ന് ഞാനിവിടെ സാന്ദർഭികമായി ഓർക്കുകയാണ്. ആ ചന്ദ്രിക ദിനപത്രത്തിന്റെ പത്രാധിപരായി നീണ്ടകാലം പ്രവർത്തിക്കുകയും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ 40-45 വർഷക്കാലം മുമ്പ് MSF-കാരനായിരിക്കുന്ന സമയത്ത് ഈ ഗ്രാമങ്ങളിലൊക്കെ വന്ന് പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ആത്മാർത്ഥ സുഹൃത്ത് പ്രിയപ്പെട്ട CP സൈദലി സാഹിബാണ് ഇനി നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ ബഹുമാന പുരസ്സരം ആദരപൂർവ്വം അദ്ദേഹത്തെ അത് നിർവഹിക്കുവാനായി ഞാൻ സാദരം ക്ഷണിക്കുകയാണ്.